ഞാനുള്ളത് കർണാടകയിൽ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പലതരത്തിലുള്ള, അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പല പ്രൊഡക്റ്റുകളൊക്കെ നിർമ്മാണവും അതിന്റെ യൂണിറ്റും കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തി നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ ഞാൻ എത്തി നിൽക്കുന്നത് ആരാധന ഫൈബർ ഗ്ലാസ് ടെക്നോളജീസിലാണ്. മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള വിജയ് പ്രകാശ് സാറാണ് ഇന്ന് നമുക്ക് അതിഥിയായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം. പ്രധാനമായിട്ടും നമ്മളുടെ ഒരു പ്രോഗ്രാം ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേരളത്തിൽ നിന്നും പുറത്ത് പോയി പ്രവാസ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യവസായികൾ, മീൻസ് അതായത് ഒരു പുതിയൊരു സംരംഭം ആരംഭിച്ച് അത് വളരെ സക്സസ് ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് ആ ഒരു കേരളത്തിന് പുറത്തു പോയി അത്തരത്തിൽ ഒരു സംരംഭം നടത്തിക്കൊണ്ടു പോകുന്ന ആളുകളുടെ ആ ഒരു അനുഭവം, അതായത് അവരുടെ ആ ഒരു ബിസിനസ്സിലുള്ള ആ ഒരു അനുഭവം ഷെയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ശരിക്കും നാട്ടിൽ എവിടെയാണ്, കേരളത്തിൽ എവിടെയാണ് സ്വദേശം? സ്വദേശം പട്ടാമ്പിയാണ്. പാലക്കാട് പട്ടാമ്പിയാണ്. സോ നമ്മൾ ബാംഗ്ലൂർ ജനിച്ച് വളർന്നതാണ്. സോ പഠിത്തമൊക്കെ ഇവിടെ തന്നെയായിരുന്നു. സോ അത് കഴിഞ്ഞ് ഒരു 30 years ആയി ആൾമോസ്റ്റ്. ഞാൻ എൻ്റെ സ്വന്തം നമ്മളിവിടെ വന്നിട്ട് മോർ ദാൻ 50 years ആയി. ഒരു ആംബിഷൻ ഉണ്ടായിരുന്നു ഒരു ഇൻഡസ്ട്രിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്. സോ എനിക്ക് ഒരു ചാൻസും ഇതും കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഇതങ്ങ് തുടങ്ങി. ഈ ഫൈബർ ഗ്ലാസിന്റെ ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്? സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു കമ്പനിയിൽ കുറച്ച് ദിവസം ജോലി ചെയ്തു. കൂടുതലൊന്നുമില്ല, ഒരു 4 മാസം ചെയ്തുള്ളൂ. സോ അവിടെ ചെയ്തപ്പോൾ ഓൾറെഡി എൻ്റെ ആംബിഷൻ ഇതായിരുന്നു, സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണം എന്നുള്ളത്. എന്നിട്ട് അവിടുന്ന് ഒരു 4 മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സ്വന്തമായിട്ട് എന്തിനും തുടങ്ങിക്കൂടാന്ന്. 4 മാസത്തെ ആ ഒരു എക്സ്പീരിയൻസിൽ തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടി. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് അവർ ആക്ച്വലി നമ്മുടെ ഇതിൽ ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഉണ്ട്. അവർ വന്നിട്ട് ഈ ഇൻസുലേഷൻ ഐറ്റംസിലായിരുന്നു, എപ്പോക്സി ബേസ്ഡ് ഇൻസുലേഷൻ ഐറ്റംസിലായിരുന്നു ആ കമ്പനി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ അവരുടെ പ്രോഡക്റ്റ് ടച്ച് ചെയ്തില്ല. ഞാൻ എന്ത് ചെയ്തു, അതേ ഇതിൽ മേഖലയിൽ ഫൈബർ ഗ്ലാസ് ഇൻഡസ്ട്രിയിൽ പോളിയസ്റ്റർ ഗ്രേഡിലേക്ക് ഞാൻ ജമ്പ് ചെയ്തു. സോ എന്തിനാ വെച്ചാൽ അവരുടെ അടുത്ത് ജോലി ചെയ്ത് പിന്നെ അവരുടെ പ്രോഡക്റ്റ് നമ്മൾ ഇതാക്കണ്ട പറഞ്ഞാൽ അവർക്ക് കോമ്പറ്റേറ്റർ ആവണ്ട എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റേതായ വേറെ സെയിം ഇതാണ് കാറ്റഗറിയാണ് ഫൈബർ ഗ്ലാസ് കാറ്റഗറി. പക്ഷേ അതിൽ പോളിയസ്റ്റർ ഗ്രേഡിലേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് തുടങ്ങി. ലൈക്ക് നമ്മുടെ ഫൈബർ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുമ്പോൾ പഴയ കാലത്ത് ഇപ്പൊക്കെ കുറേ കുറഞ്ഞിട്ടുള്ളത് കളർ ഷീറ്റ്സ്, ഫൈബർ ഗ്ലാസ് ഷീറ്റ്സ് ഒക്കെ വരും. സോ അത് വെച്ചിട്ടാണ് ഞാൻ ആക്ച്വലി തുടങ്ങിയത്. സോ ഗ്രാജ്വലി ഞാൻ അവിടുന്ന് ഇൻഡസ്ട്രിയൽ കോമ്പണൻസ് ഇതിലേക്കൊക്കെ മോൾഡഡ് ഐറ്റംസ്, ഓട്ടോമൊബൈലിനുള്ളത്, ദെൻ മെഡിക്കൽ എക്വിപ്മെൻറ്റ് എൻക്ലോഷേഴ്സ്, മെഷീനറി എൻക്ലോഷേഴ്സ്, ഇങ്ങനെ എല്ലാം കസ്റ്റമൈസ്ഡ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെയാണ് മാനുഫാക്ചറിങ് നടത്തുക? അതിൻ്റെ ഏതൊക്കെ ഡിഫറൻസ് എന്തൊക്കെയാണ് വരുന്നത്? ഇവിടെ ആക്ച്വലി നമ്മൾ അതിന് കസ്റ്റമൈസ്ഡ് പ്രോഡക്ട്സ് പറഞ്ഞ മാതിരി എല്ലാം അവരുടെ റിക്വയർമെൻറ്റ് പ്രകാരം നമ്മൾ അവരുടെ ഡ്രോയിങ്, അവരുടെ ആവശ്യപ്രകാരം നമ്മൾ അത് ചെയ്തു. അല്ല, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് മെഷീനറീസ് അതനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ പ്രോസസ്സ് വിത്തൗട്ട് മെഷീനറിയാണ്. നമ്മുടെ മെഷീനറിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. സോ മെയിനായിട്ട് സ്കിൽഡ് വർക്കാണ്. സോ നമ്മളിപ്പോൾ ഒരു സാധനം വേണമെങ്കിൽ അതിൻ്റെ ഒരു ഡ്രോയിങ് ഒരു ഇതും നമുക്ക് തരും, ഇമേജ് വല്ലതും. സോ 3D ഇമേജ് അങ്ങനെയൊക്കെ. സോ നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ ഒരു പാറ്റേൺ ഉണ്ടാക്കും. ദറ്റ് ഈസ് പോസിറ്റീവ് ഓഫ് ദ കോമ്പണൻറ്റ്, ലൈക്ക് വുഡൻ പാറ്റേൺ അങ്ങനെ ഉണ്ടാക്കുന്നത്. എടുത്തിട്ട് നമ്മൾ അതിന് ഒരു നെഗറ്റീവ് ഉണ്ടാക്കും. ദറ്റ് ഈസ് ദ ടൂൾ ഡൈ. ഓക്കെ. സോ അങ്ങനെ ആ ഡൈ ആണ് നമ്മൾ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്നത്. സോ ആ ഡൈ യൂസ് ചെയ്തിട്ട് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യും. സോ മാനുഫാക്ചറിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫൈബർ ഗ്ലാസ് റോൾ ഫോമിൽ വരും മാറ്റായിട്ട്. സോ അതിന് നമ്മൾ പോളിമറിൽ മിക്സ് ചെയ്തിട്ട് ഹാർഡ്നർ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് മെൽട്ടായിട്ട് അത് ഏത് ഷേപ്പാണെങ്കിലും ആ ഷേപ്പിലേക്ക് എടുക്കും അത്. സോ പിന്നെ നമ്മൾ അതിൻ്റെ ഡിഫറെൻറ്റ് ഡെൻസിറ്റി
പിന്നെ ആപ്ലിക്കേഷന് ഉള്ള മാതിരി ഡിഫറെൻറ്റ് ഗ്രേഡ് ഓഫ് പോളിമേഴ്സ് റെസിൻ എന്ന് പറയും. ഓക്കെ, ഡിഫറെൻറ്റ് ഗ്രേഡിൽ ഉണ്ടാവും. സോ അത് നമ്മൾ ആവശ്യത്തിന് അവരുടെ ആപ്ലിക്കേഷനും ഇതിന് ആവശ്യത്തിനും നോക്കിയിട്ട് നമ്മളത് ഗ്രേഡ് തിരഞ്ഞെടുത്തിട്ട് അതിൽ നമ്മൾ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഈ ഫൈബർ ഗ്ലാസ് മാനുഫാക്ചർ മീൻസ് ആ ഒരു ഗ്ലാസിന്റെ ആ ഒരു ഇത് ചെയ്യാനുള്ള ഇൻഗ്രീഡിയന്റ് മീൻസ് അതെല്ലാം എവിടെ നിന്നാണ്? ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഒന്നും അല്ല അത്. ഓക്കെ, ഇറ്റ്സ് ഗ്ലാസ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ FRP എന്നാണ് ആക്ച്വലി പറയുക, ഫൈബർ ഗ്ലാസ് റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് എന്ന്. സോ പോളിമർ വന്നിട്ട് പ്ലാസ്റ്റിക് ഗ്രേഡ് മെറ്റീരിയൽ ആണ്. ഇതിൽ ഫൈബർ ഗ്ലാസ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാവും. സോ നോർമൽ പ്ലാസ്റ്റിക്കിനെക്കാട്ടിലും ഇതിന് സ്ട്രെങ്ത് കൂടുതലാണ്. ഇവിടെ നിർമ്മിക്കുന്ന വ്യത്യസ്ത ഇനം ഈ ഫൈബർ ഗ്ലാസ് പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ഇത് നമ്മുടെ ഫൈബർ ഗ്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്ട്സ് വന്നിട്ട് ഭയങ്കര വൈഡ് ആപ്ലിക്കേഷൻ ആണ്. സോ ഫ്രം കൺസ്യൂമർ പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ട് കൺസ്യൂമർ, ഓട്ടോമൊബൈൽ, മെഷീനറീസ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ദെൻ സിവിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക്, അത് കഴിഞ്ഞിട്ട് ആർക്കിടെക്ചറൽ ഫീൽഡ്, ലൈക്ക് എസ്തറ്റിക് ഡെക്കറേഷന്, ഇങ്ങനെ പല ആപ്ലിക്കേഷനും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അഗെയിൻ കെമിക്കൽ ഇൻഡസ്ട്രികൾക്ക്. സോ നമ്മൾ ഈ കെമിക്കൽ ടാങ്ക്സ്, സ്ക്രബേഴ്സ്, ഫ്യൂം കബോർഡ്സ് ഇങ്ങനത്തെ ഉണ്ടാക്കുന്നുണ്ട്. അഗെയിൻ വിത്ത് എക്സോസ്റ്റ് സിസ്റ്റംസ് ഉണ്ടാവും. സോ അതൊക്കെ വന്നിട്ട് കെമിക്കൽ റെസിസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സോ ഇത് സ്റ്റോറേജ് ടാങ്ക്സ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. സോ അത് കെമിക്കൽ ഫീൽഡിലും ആപ്ലിക്കേഷൻ വരും. സാറിന്റെ ഫാമിലിയിൽ വേറെ ആരൊക്കെയാണുള്ളത്? ഫാമിലി പറഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും ഒരു മോളുമാണ്. അവരൊക്കെ എന്താ ചെയ്യുന്നത്? ഭാര്യ ഏതെങ്കിലും സപ്പോർട്ട് ഇവിടെ ഉണ്ടോ? അതല്ല ഹൗസ് വൈഫ്? ഇല്ല, അവര് ഹൗസ് വൈഫ് അല്ല. വർക്കിംഗ് ആസ് എ ടീച്ചർ. ഓക്കെ, സോ അവരുടെ ഫാമിലിയിൽ എല്ലാവരും ടീച്ചറാണ്. പാഷൻ. സോ എന്താണ് വൈഫിന്റെ പേര്? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. മകളുടെ പേര് ധന്യ വി. മകൾ എന്താ പഠിക്കുകയാണോ? അതെ, ഇത് MSc സൈക്കോളജിയാണ് ചെയ്യുന്നത്. സൈക്കോളജി ഞാൻ എന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മെന്റലിസ്റ്റ് ആണ്. അപ്പൊ ഏകദേശം അതൊക്കെ പഠിച്ചു പോകുന്ന ആളാണ്. സോ അവരുടെ പ്ലാനിങ് ക്ലിനിക്കൽ സൈക്കോളജി എടുക്കണം. നിലവിൽ എത്ര സ്റ്റാഫുകൾ ഉണ്ട്? നിലവില് നമ്മളിവിടെ പ്രൊഡക്ഷനിൽ ഒരു 14 പേരേ ഉള്ളൂ. 14 പേരുണ്ട്. 14 പേരും ഇവിടെയുള്ള ആളുകൾ തന്നെയാണോ? അല്ലല്ല, നമ്മുടെ 2 പേര് മലയാളികളുള്ളൂ. ബാക്കി നോർത്ത് ഈസ്റ്റ്, ഒറീസ എന്നുണ്ട്. ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുണ്ട്. ബീഹാർ, ഒറീസ അല്ല, ബീഹാർ. ഈ ഒരു ബാംഗ്ലൂരിന്റെ ഇത്തരത്തിലുള്ള വ്യവസായ മേഖലയെ പറ്റി നമ്മൾ മനസ്സിലാക്കിയതിൽ എനിക്ക് ഏറ്റവും അധികം മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈബർ ഗ്ലാസ് മേഖല എന്ന് പറയുന്ന അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖല തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കുന്നത്? എങ്ങനെയാണ് നമ്മള് ആക്ച്വലി കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആയതുകൊണ്ട്, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ സ്കില്ല്, ഇതൊക്കെ ആയിട്ട് നോളജ്, ഇതൊക്കെ അതിനെ പറ്റിയിട്ടുള്ള നമ്മൾ കഴിവുകൊണ്ട് നമുക്ക് എന്താവുന്നു പല ഇപ്പോൾ കസ്റ്റമേഴ്സും കുറേ ഉണ്ട്. സോ 100 ആയിരക്കണക്കിലുണ്ട് ക്ലയൻസ്. അതിൽ അവര് നമുക്ക് ചിലർക്ക് ഇത് ഉണ്ടാവും. കോമ്പറ്റീഷനല്ല ഇമ്പോർട്ടൻറ്റ്, ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്, പെർഫോമൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള മാതിരി. സോ അങ്ങനെ വരുന്നൊരു പലരും ഉണ്ട്. സോ നമുക്ക് കോമ്പറ്റീഷൻ അത്രയ്ക്കൊരു പ്രശ്നമാവുന്നില്ല. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞില്ല 10-30 കൊല്ലമായിട്ട് ഇവിടെ എസ്റ്റാബ്ലിഷ് ആയതുകൊണ്ട്. സോ പതുക്കെയാണെങ്കിൽ ശരി, ഇപ്പോ എക്സ്പീരിയൻസ് ഉള്ള കമ്പനി എന്നുള്ള നിലയ്ക്ക് ആളുകൾ കൂടുതൽ ഇങ്ങോട്ട് വരും. അപ്പൊ എന്തായാലും നമ്മളുടെ ഈ ഒരു ഇത്രയും സമയം സാറിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, സാറിന്റെ നാട്ടിലെ ഓർമ്മകൾ, സാറിന്റെ ഫാമിലിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ നമ്മൾ ചെറിയൊരു മാജിക് മെന്റലിസം നമ്മൾ പെർഫോം ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു സെഗ്മെന്റിലേക്ക് നമുക്കിനി കിടക്കാം. ഓക്കെ, സാറിന് അപ്പൊ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ പേര് മനസ്സിൽ വിചാരിക്കാം. വിചാരിച്ചിട്ടുണ്ടോ? വിചാരിച്ചു. അത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സാറിന്റെ ഹാൻഡ് റൈറ്റിംഗിൽ ഞാനൊരു വൈറ്റ് പേപ്പർ തന്ന് അതിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് സാർ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുക. മീൻസ് ഉണ്ടല്ലോ, മനസ്സിലുണ്ടല്ലോ പേര്. ആ ലെറ്റേഴ്സ് ഒന്നും ഇങ്ങനെ റിപ്പീറ്റ് മനസ്സിൽ ഇങ്ങനെ ഒന്ന് വരാമോന്ന്. ആ പേര് എഴുതുമ്പോൾ ഫുള്ളായിട്ട് വന്നോ? മനസ്സിൽ വന്നോ? എൻ്റെ കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് പിടിക്കാം, ഈ കയ്യിലൊന്ന് പിടിക്കാം, കയ്യിലൊന്ന് ഇങ്ങനെ പിടിക്കാം. ഓക്കെ, മനസ്സിൽ റിപ്പീറ്റ് അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ലെറ്റേഴ്സോ അതോ ആ ലെറ്റേഴ്സ്, ആ പേര് തന്നെ ഇങ്ങനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ മനസ്സിൽ എഴുതുന്ന പോലെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പൊ മനസ്സിലുണ്ടല്ലോ സാറിന്റെ? അതെ. ഓക്കെ, അത് ഏതാണെന്ന് എനിക്കറിയില്ല. സാറിന്റെ സുഹൃത്തുക്കളാണ്. അപ്പൊ സാറിന്റെ മനസ്സിലുണ്ട്, ഏതൊരു പേര് സാറിന്റെ മനസ്സിലുണ്ട്. ഓക്കെ, ഞാനത് എഴുതാൻ ശ്രമിക്കാം. എഴുതിയിട്ട് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഞാനൊന്ന് എഴുതാൻ ശ്രമിക്കാം. മാർക്കർ ഉള്ളത്? ആ മാർക്കർ ഉണ്ട്. ഓക്കെ, ഞാൻ എഴുതിയത് ഇവിടെ വെച്ചിട്ടുണ്ട്. അല്ല, സാറിന്റെ കയ്യിൽ തന്നെ പിടിച്ചു. ഞാൻ എഴുതിയത്. ഇനി
ഇനി ഇപ്പൊ ഞാൻ എഴുതി കഴിഞ്ഞു. 100% ഞാൻ ഉറപ്പൊന്നും പറയില്ല, കാരണം മെന്റലിസം പെർഫോമൻസ് തന്നെ ഉറപ്പ് പറയാൻ സാധിക്കില്ല. സാർ ഏത് പേരാണ് മനസ്സിൽ? ഞാൻ അമൽ രാജ് എന്നാണ്. അമൽ രാജ് എന്നാണ് മനസ്സിൽ വിചാരിച്ചത്. സാറിന്റെ മനസ്സിലുണ്ടായിരുന്ന പേര് അമൽ രാജ് എന്നാണല്ലേ? ഞാൻ ചിന്തിക്കാനൊക്കെ പറഞ്ഞപ്പോൾ അത് തന്നെയാണ് കൃത്യമായിട്ട് ചിന്തിച്ചത്. ഷുവർ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി ഇവിടെ എന്തെങ്കിലും തരത്തിൽ അത്ഭുതം ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സാർ അത് ഓപ്പൺ ചെയ്യാം, ഞാൻ എന്താ എഴുതി നോക്കാം. പെർഫെക്റ്റ്. സൂപ്പർ. സാർ മനസ്സിൽ വിചാരിച്ചു തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്? അതെ. ഒന്ന് കാണിക്കാം, ഒന്ന് ക്യാമറയിൽ കാണിക്കാം. ഞാൻ എന്താ വിചാരിച്ചെന്നുള്ളത് പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻക്ലൂഡിങ് സ്പെല്ലിംഗും പെർഫെക്റ്റ് ആയിട്ട് ചേഞ്ച് ഇല്ല. സാറ് ആദ്യമായിട്ടാണ് കണ്ടിട്ടുണ്ടോ? ചാനലിലൂടെ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. ആളെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ടഫായിട്ടൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട്, മീൻസ് നമ്മൾ ചോദിച്ചതിനൊക്കെ കൃത്യമായിട്ട് സാറിനാൽ കഴിയുന്ന രീതിയിൽ മറുപടി പറഞ്ഞു. വളരെ രസിപ്പിച്ചും ചിരിപ്പിച്ചും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഇന്റർവ്യൂ മുമ്പോട്ട് പോയി. അപ്പൊ ഒരുപാട് അനുഭവങ്ങൾ, ഇപ്പൊ ഈ ഇത്തരത്തിലുള്ള ഫൈബർ ഗ്ലാസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ സാറിന്റെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് സാറ് പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. കാരണം മറ്റൊരു സ്ഥാപനത്തിൽ വളരെ കുറച്ച് കാലം മാത്രം ഒരു ജോലിക്കാരനായി വരികയും അവിടെ നിന്ന് കിട്ടിയ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് സാർ ആ ഒരു മേഖലയിലേക്ക് പുതിയൊരു സംരംഭം ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും പുതുതായിട്ട് ഇത്തരത്തിലുള്ള സംരംഭത്തിലേക്ക് ഇറങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റൊരാളൊരു ബിസിനസ് ചെയ്ത് സക്സസ് ആയി എന്ന് കരുതിക്കൊണ്ട് വെറുതെ പണം മുടക്കി ആ ഒരു ബിസിനസ്സിലേക്ക് പോവാതെ അതിനെപ്പറ്റി നല്ല ധാരണ വേണം. കുറച്ച് നാളെങ്കിലും ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് പുതിയ ഇത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ സാധിക്കൂ എന്നുള്ളൊരു പാഠം കൂടിയാണ് സാറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഇത്തരത്തിൽ പുതിയ സംരംഭമൊക്കെ, അതായത് വിദേശത്ത് പോയി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സാറിന്റെ എക്സ്പീരിയൻസ് ഉപകാരപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ അധ്യായത്തിൽ പുതിയ അതിഥിയുമായി ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ താൽക്കാലികമായി ഈ ഒരു അധ്യായത്തിൽ നിന്നും വിടവാങ്ങുന്നു. സാർ എന്തായാലും സാറിന്റെ വളരെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നമ്മുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ എന്തായാലും അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.